പ്രശാന്ത് സാർ, ഏറ്റവും ഒടുവിൽ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഒരു ഫോൺ സംഭാഷണം നടന്നിരിക്കുന്നു. അതിന്റെ ആ ഫോൺ സംഭാഷണത്തിന്റെ എൻഡിൽ ഷീ ജിൻപിങ് ട്രംപിനെ മെലാനിയയ്ക്കൊപ്പം ചൈന വിസിറ്റ് ചെയ്യാനായി ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ചൈനയോടുള്ള എല്ലാ പരിഭവങ്ങളും പരാതികളും ഒക്കെ മാറ്റിവെച്ച് താരിഫ് യുദ്ധം ട്രംപ് ആരംഭിച്ചതുപോലും ചൈനയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ മറന്ന് മസ്കിനെയും പിണക്കി ഇനിയിപ്പോൾ ഇതാ ചൈനയിലേക്ക് ട്രംപ് കുടുംബസമേതം ഒരു യാത്ര നടത്തും. നടത്തില്ല എന്നുള്ള കാര്യത്തെ പറ്റി നമുക്കറിയത്തില്ല. ഫോൺ വിളിച്ചത് ട്രംപ് ആണ്. അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ച് കാല് പിടിച്ചു. കാരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇയാൾ അങ്ങോട്ട് കയറി, ഇയാളിപ്പോ ലോകത്ത് ഏറ്റവും പരിഹാസ്യനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് മാറിയിരിക്കുക. അമേരിക്കയുടെ കീഴിൽ എല്ലാരും അങ്ങ് നിന്നു പോണം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് നിർത്തിക്കളയും എന്നൊക്കെ രീതിയിലേക്ക് പുള്ളി അങ്ങോട്ട് ജയിച്ചു. അധികാരം വെക്കുന്നതിന് കുറെ കാലതാമസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ. അതിനു മുമ്പേ ഓരോ രാജ്യങ്ങളെന്നറിയാലോ, ഖത്തറിനെ വിളിച്ചു വരട്ടുന്നു, ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഇപ്പൊ നിർത്തുമെന്ന് പറഞ്ഞു, റഷ്യൻ പ്രസിഡന്റിനെ വിളിക്കുന്നു. അങ്ങനെ പല രീതിയിലും പല കാര്യങ്ങൾ. ഇയാളും അന്ന് ഇയാളുടെ ഭാഗമായിട്ട് നിന്ന മസ്കുമായിട്ട് അങ്ങ് കിടന്നങ്ങ് വിരവുമായിരുന്നല്ലോ, പല കാര്യങ്ങളും അങ്ങ് എന്തൊക്കെയോ തീരുമാനിക്കുമായിരുന്നു. അവസാനം ഇപ്പൊ വന്നതെന്ന് പറഞ്ഞാൽ താരിഫ് ശ്രദ്ധിച്ചാൽ താരിഫ് കൂട്ടി, യൂറോപ്യൻ കൺട്രീസ് കൂട്ടി, നാറ്റോ കൺട്രീസ് കൂട്ടി, ഇന്ത്യക്ക് കൂട്ടി, ലോകത്തെല്ലായിടവും കൂട്ടി. എല്ലായിടവും കൂട്ടി കഴിഞ്ഞിട്ട് രാജ്യങ്ങളെല്ലാം തിരിച്ചൊക്കുന്ന പോലെ ഈ കാനഡ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു പോടെ എന്റെ പാട്ടെന്ന് പറഞ്ഞു. കാനഡയിലെ ഇലക്ഷന് മുമ്പാ പറഞ്ഞത്. ഇലക്ഷനെ ഫേസ് ചെയ്ത് എങ്ങനെയാണെന്നറിയാം ഈ കാർണി എന്ന് പറയുന്ന ആള് ട്രംപിനെതിരെ നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ വോട്ട് ചെയ്യാൻ പറഞ്ഞു. അവിടുത്തെ ആൾക്കാർ അങ്ങനെ വോട്ട് ചെയ്ത് അവിടെ ജയിച്ചേ. ട്രംപിനെതിരെയാണ് ഞാനെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ച ആളെ ഇപ്പൊ കാനഡ ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ കാനഡ ഫ്രാൻസിലെ ഭരണാധികാരിയുമായിട്ട് ഇദ്ദേഹത്തിന് കുഴപ്പം. അപ്പം അങ്ങനെ ഓരോരുത്തരും ഭാഗമായിട്ട് നിന്ന് സ്വന്തം അമേരിക്ക പറയുന്നതും അമേരിക്കയുടെ ഭാഗമായിട്ട് നിന്ന് ഒരു വലിയ കൂട്ടായ്മ സ്വന്തം ഏറ്റവും അവസാനം ഇസ്രയേലിന്റെ കാര്യം അറിയാൻ ഇലക്ഷൻ അയാൾ ജയിക്കുന്നതിന് വേണ്ടി വിശാല ഇസ്രയേലിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം അയാൾ അവിടെ ആ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരണത്തിലാഴ്ത്തി, അല്ലെങ്കിൽ സഹകരണം ഖത്തറും സൗദിയും അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരണം ഉണ്ടാക്കിയതിന് ശേഷം ഇസ്രയേലിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ഇസ്രയേൽ നിർത്തിക്കോണം, ഇസ്രയേലിന്റെ ഭാഗമല്ലാതെ സംസാരിക്കുന്ന രീതിയിൽ പോലും വന്നു. പിന്നെ ഇസ്രയേൽ ആയതുകൊണ്ട് അത് വലിയ രീതിയിൽ അങ്ങോട്ട് വാർത്തയാക്കി കൊണ്ടുവന്നിട്ടില്ല, കാരണം ആ ഒരു ബന്ധം. എന്നാലും അതിനകത്ത് നമുക്ക് വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പ്രതികരണത്തിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇപ്പം ചൈനയുടെ താരിഫ് കഴിഞ്ഞ 90 ദിവസത്തേക്ക് ഞാനങ്ങ് മരവിപ്പിച്ചിരിക്കുന്നു. ചൈന താരിഫ് 200 കൂട്ടുന്നു, അല്ലെങ്കിൽ ശതമാനം കണക്ക് ചൈന ഇങ്ങോട്ട് കൂട്ടുന്നു, അങ്ങോട്ട് നമുക്കെതിരെയും താരിഫ് ഉണ്ടാക്കി. നമ്മളറിയാമല്ലോ, നമ്മൾ ഈ ചാണക്യന്റെ ബുദ്ധിയാണ്. നമ്മൾ ഈ മസിൽ പിടിക്കാനൊന്നും പോയില്ല, നമ്മളൊന്നും മിണ്ടാൻ പോയില്ല. അവസാനം പുള്ളി തന്നെ വന്ന് കുറയ്ക്കുന്നു, കൂട്ടുന്നു. ഇപ്പൊ നമ്മൾ മത്സരിക്കാനൊന്നും, കാരണം നമുക്ക് ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം വേണം. മാത്രമല്ല ഇത് നമുക്കറിയാമല്ലോ, ഇത് എവിടെ അടിച്ചാൽ എവിടെ കൊള്ളുമെന്നുള്ള കാര്യം. അവസാനം ഇപ്പൊ വന്നേക്കെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത് ചൈന അങ്ങ് കട്ട് ചെയ്തു. അമേരിക്കയുടെ റെയർ എർത്ത് മിനറൽസ്. കാരണം ഇത് ഇറക്കുമതി ചെയ്തേ മതിയാകത്തുള്ളൂ. ഇതിന്റെ 70% കൈയാളുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ലോകത്ത് ചൈന തന്നെയാണ്. കാരണം അവരവിടെ എവിടെയൊക്കെ പോയി, ഇവർക്ക് അറിയാമല്ലോ, പല രാജ്യങ്ങളെ ബാട്ടിലാക്കി, ഈ പല രാജ്യങ്ങളുടെ ധാതു സമ്പത്തുകൾ മോട്ടിക്കുന്നതിനും, അല്ലെങ്കിൽ അവിടെ ഖനി ഉണ്ടാക്കി അവിടെ സംവിധാനം ഉണ്ടാക്കുന്നതിനൊക്കെ. അപ്പം ഇപ്പോഴത്തെ ഒരു ലോകത്തില് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ കയ്യിലാണ് 70% റെയർ. ഇതില്ലെങ്കിൽ ഈ പറഞ്ഞ F-35 ഉണ്ടാക്കാൻ പറ്റത്തില്ല, മിസൈൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഐഫോൺ ഉണ്ടാക്കാൻ പറ്റത്തില്ല, വിമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല, മറ്റു പല സംവിധാനങ്ങളും ഉണ്ടാക്കുന്നത്. അവര് പറഞ്ഞു ഞങ്ങൾ തരുന്നില്ല, ഞങ്ങൾക്ക് തരാനില്ല, കാരണം ഇതിന് വലിയ ഡിമാൻഡാ. ഇത് എല്ലായിടത്തും കിട്ടാത്ത സാധനം, അതിന് വലിയ ഡിമാൻഡ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു അമേരിക്ക പെട്ടു. എന്നെ അറിയണമെങ്കിൽ ഇയാൾ ഒരു മുമ്പത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നത് എന്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അതിന്റെ കൂടെ പറയും, സുഹൃത്ത് അമേരിക്കയിലുണ്ട്. അന്നേരം അന്ന് പറഞ്ഞു നീ ചൈനയുടെ സാധനങ്ങളൊന്നും അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്നില്ലോ. അന്നേരം അവൻ ഈ പറയുന്നത് പോലെ അവിടുത്തെ ഈ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട, എനിക്ക് തോന്നുന്നു ആർമിയോ അങ്ങനെ, അല്ലെങ്കിൽ വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർക്കുന്നില്ല, പറയാൻ എനിക്ക് അറിയുന്നില്ല. വലിയ ഉദ്യോഗസ്ഥന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്ന് പ്രശാന്തേ, അവിടുത്തെ ഒരു 3 ഫ്ലൈറ്റ് ഒരു ദിവസം ചൈനയിലെ പുറത്തു നിന്ന് ഈ ന്യായമൊക്കെ പറയുന്നേ ഉള്ളൂ. അത് അങ്ങനെയല്ല കൺസെപ്റ്റ്. അവിടുത്തെ ഒരു 3 ഫ്ലൈറ്റ് ചൈനയിലെ 3 മിനിമം കാർഗോ ഫ്ലൈറ്റ് ബിഗ് ഇവിടെ വന്നില്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്നിടത്ത് ഒരു കാര്യവും നടക്കുന്ന ഒരവസ്ഥയില്ല എന്നാണ് എന്ത് പറയുന്നത്. അപ്പം അത്തരത്തിൽ ചൈന എന്ന് പറയുന്നത്
മറ്റ് ലോകത്തെ ഏറ്റവും വലിയ രാജ്യം അമേരിക്ക ആയിരിക്കും സമ്പത്തിന്റെ കാര്യത്തിൽ. ഇപ്പം സൈനിക ശക്തിയുടെ കാര്യത്തിൽ ചൈനയെക്കാട്ടി മുമ്പിലായിരിക്കും. പക്ഷെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അത്തരത്തിൽ ഇതുപോലെ ചില കാര്യങ്ങളുടെ കാര്യത്തിൽ, മാനുഫാക്ചറിങ്ങിന്റെ കാര്യത്തിൽ, കയറ്റുമതിയുടെ കാര്യത്തിൽ ചൈനയെ ആശ്രയിക്കാതെ ലോകത്ത് പല രാജ്യങ്ങളും പല സമ്പന്ന രാജ്യങ്ങൾക്കും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ഇന്ന്. അതേസമയം ഈ ചൈന ഈ മസിൽ പിടിക്കത്തില്ലായിരുന്നു. ഈ ഇവരുടെ കൂടെ നിന്നിരുന്ന യൂറോപ്യൻ കൺട്രീസും അല്ലെങ്കിൽ ഇന്ത്യയും അല്ലെങ്കിൽ ജപ്പാനും ഇങ്ങനത്തുള്ള രാജ്യങ്ങളുമായിട്ട് കൃത്യമായിട്ട് അവരെ പിണക്കാതെ അവരുടെ ഭാഗമായിട്ട് നിന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവർ ഒന്നിച്ചു നിന്നാൽ മതി. അപ്പൊ ചൈനയ്ക്ക് ഈ കച്ചവടത്തിനകത്ത് ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ചൈന മസിൽ പിടിക്കത്തില്ല, റയർ മെറ്റീരിയൽസ് കൊടുത്തേനെ. അപ്പൊ അതുകൊണ്ടായാലും എല്ലാരെയും പിണക്കി പറഞ്ഞ ഇപ്പം യൂറോപ്യൻ നാട്ടോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റവരും എല്ലാം അടുപ്പം പിണക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ പിണക്കമില്ല, എന്നാലും വലിയ അടുപ്പമില്ല. ഇന്ത്യയുടെ കാര്യത്തിലും അങ്ങനല്ല. നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് വരെ ആവശ്യമില്ലാത്തൊരു അടുപ്പവും അല്ലെങ്കിൽ തീരുമാനങ്ങളോ ഒന്നും വേണ്ട. അപ്പം ആ അവസരം നോക്കി ചൈന പണി കൊടുത്തു. ചൈന പണി കൊടുത്തപ്പോൾ ചൈനയുടെ ഈ പണി കൊണ്ട് അമേരിക്കയുടെ പ്രധാനപ്പെട്ട മേഖല അല്ലെങ്കിൽ മിസൈൽ ഉണ്ടാക്കുന്ന മേഖല, യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്ന മേഖല, ഐഫോൺ ഉണ്ടാക്കുന്ന മേഖല, അല്ലെങ്കിൽ ഈ പറയുന്ന പല പ്രധാനപ്പെട്ട മേഖലയിലെയും സ്തംഭിക്കുന്ന രീതിയിലേക്ക് അല്ലെ മാനുഫാക്ചറിങ് നടക്കാത്ത രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറയുന്ന ഇദ്ദേഹം നാണം കെട്ടവെന്നും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അയാളെ കാല് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ വിളിച്ചപ്പോഴാണ് വച്ചാട്ട വെണ്ണുമ്പിള്ളയൊക്കെ ആയിട്ട് വന്ന് ചൈനയൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിൽ സംസാരിച്ചത് എന്നാണ് നമ്മൾക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതായത് ലോകത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു രീതിയിൽ പല രാജ്യങ്ങളുടെ എടുക്കുന്ന തീരുമാനങ്ങൾ ആ രാജ്യങ്ങൾ അംഗീകരിക്കാതെ വരികയും ആ തീരുമാനങ്ങൾ പിന്നെ അമേരിക്ക പോലുള്ള രാജ്യത്തിനോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റും ഒക്കെ മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ ഈ പറയുന്ന ട്രംപിന് മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. ട്രംപ് ലോകത്തിലെ ഏറ്റവും വലിയ പരിഹാസ കഥാപാത്രമായിട്ട് മാറുന്നു. ഇയാളെ ഏതാണ്ട് 290 ബില്യൺ ഡോളർ മുടക്കി ബാക്കി എല്ലാവരെയും എതിരായിട്ട് നിന്നപ്പോൾ സ്വന്തം റിസ്ക് എടുത്ത് ജയിപ്പിച്ചു കൊണ്ടുവരുന്ന മസ്ക് ഉൾപ്പെടെ ഇപ്പം എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മസ്ക് പറയുന്നത് ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര് പല ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് എല്ലാവരും ശത്രുവായി പോകുന്ന ഒരവസ്ഥ, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചു പോകുന്ന അവസ്ഥ, അത് എല്ലാരെയും വെല്ലുവിളിച്ച് അവസാനം വെല്ലുവിളിക്കുന്നതിന്റെ മുമ്പിൽ കീഴടങ്ങുന്ന ഒരു രീതിയിലേക്കുള്ള ട്രംപ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു രീതിയായിട്ടാണ് ഇപ്പൊ ചൈനയുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്ന ട്രംപ് എന്ന് വേണം പറയാൻ. ചൈന ഒരുപക്ഷെ റയർ അല്ലെങ്കിൽ ഇത്തരത്തിൽ മെറ്റീരിയൽസ് എർത്ത് മെറ്റീരിയൽസ് കൊടുത്തേക്കാം. പക്ഷെ ചൈന ആഗ്രഹിക്കുന്നത് പോലെയുള്ള താരിഫും അല്ലെങ്കിൽ അവരുടെ കയറ്റുമതിയും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള തടസ്സം നീക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് പരസ്പരം ധാരണയോട് കൂടി മാത്രമേ ഇനിയും പോകുന്നതിന് വേണ്ടി സാധിക്കത്തുള്ളൂ. കാരണം അടുത്ത കാലത്തെങ്ങും ഈ റെയർ മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു പോകാൻ അമേരിക്കയ്ക്ക് സാധ്യമല്ല. അത് കുറച്ചു കാലം എടുക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാവേണ്ട ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ. ഇപ്പം നിലവിലേതായാലും ചൈന തന്നെയാണ് അതിന്റെ മേൽക്കോയ്മ. ചൈനയ്ക്ക് രാജ്യത്തുടനീളം അല്ലെങ്കിൽ അമേരിക്കക്കകത്ത് അത്തരത്തിൽ തീരുമാനമെടുത്താൽ അമേരിക്ക സ്തംഭിച്ചു പോകുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.